ഇന്നും കുറച്ച് നേരത്തെ മില്ലിൽ ചെന്നായിരുന്നു. ഇന്നലെ പൊടിക്കാനുണ്ടായിരുന്ന മുളകിൻ്റെ കുറച്ച് പെൻഡിങ് പൊടിക്കാനുണ്ട്. ഇന്നലെ അവസാനം മല്ലിയാണ് പൊടിച്ചത്. അപ്പം മല്ലിയുടെ ക്ലോത്ത് മാറ്റിയിട്ട് മുളകിൻ്റെ ക്ലോത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പം ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുളകും മല്ലിയും പൊടിക്കുമ്പോഴേക്കും അതിൻ്റെ സ്ലോട്ടിലേക്ക് നമ്മൾ ഈ ബെൽറ്റ് മാറ്റിയിടണം. തിരിച്ച് അരി ഗോതമ്പ് പൊടിക്കുമ്പോൾ നേരെ അതിൻ്റെ സ്ലോട്ടിലേക്ക് മാറ്റിയിടണം. എന്നിട്ട് അതൊരു ലിവറുണ്ട്. ആ ലിവർ പോക്കുമ്പോഴേക്കും അത് ടൈറ്റ് ആയിക്കോളും. ഇന്നലത്തെ മുളകിൻ്റെ അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു മുളക്. അപ്പോൾ അതിൻ്റെ ബാക്കി പൊടിച്ചാണ്. റാഗി കഴുകാനുണ്ടായിരുന്നു. അത് കഴുകി കൊട്ടയിൽ വെച്ച് വെള്ളം തുറക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് ഒരു ടീം പൊടിക്കാൻ തന്നാണ്. അപ്പോൾ അതൊന്ന് ഉണക്കിയിട്ട് പൊടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാറുണ്ട്. കംപ്ലീറ്റ് നമുക്കവിടെ എക്സോസ്റ്റ് ഫാനൊന്നും ഇല്ല. അപ്പം അകത്തെപ്പോഴും നല്ല പൊടി തന്നെ ആയിരിക്കും. അപ്പം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൂടുമ്പം കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി നടക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യാറുണ്ട്. ഇത് റാഗി വെള്ളം തോർത്തതിന് ശേഷം ഇത് മണ്ണഞ്ചേരിയാണ്. മണ്ണഞ്ചേരി ആയിട്ടൊന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വിഷയമാണ്. വീണ്ടും വന്നു. കുറച്ച് കുതിർത്ത അരി പൊടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒരു പിക്കപ്പിന് പോയപ്പോൾ എടുത്ത വിഷയമാണ്. ഇന്ന് കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഒരു ഗോതമ്പ് പൊടിച്ചിട്ട് പാക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ വേറൊരു കസ്റ്റമർ കവർ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും നമ്മളൊരു ഫ്രഷ് കവർ എപ്പോഴും വെക്കാറുണ്ട്. ആ കവറിലേക്കാണ് നമ്മൾ പൊടിച്ച സാധനങ്ങൾ വെക്കുന്നത്. ഇന്ന് വറുക്കാനുള്ളതും കൂടുതലുണ്ടായിരുന്നു. അപ്പം അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റോസ്റ്റർ കത്തിച്ച് റോസ്റ്റർ നമ്മൾ കറങ്ങുന്നതിന് മുന്നേ നമ്മൾ റോസ്റ്റർ കത്തിക്കും. എന്നിട്ടാണ് നമ്മളത് ഓണാക്കുന്നത്. അപ്പം റോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.